ഹിജാബ് ഈസ് ഫർദ്. ദാറ്റ് മീൻസ് അത് അള്ളാൻ്റെ അടുത്തു നിന്നുള്ളൊരു കമാൻഡാണ്. നമ്മളൊരു മുസ്ലിം നിർബന്ധമായിട്ടും ചെയ്യുന്ന 5 വക്ത് നമസ്കാരം, റംസാനിൽ നോമ്പ് നോൽക്കുക, അതുപോലൊക്കെ തന്നെ ഇതും ഫർദായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിനെപ്പറ്റി വ്യക്തമായിട്ട് അള്ളാഹ് സൂറത്തുൽ നൂറിൽ 31-ാമത്തെ ആയത്തിൽ, സൂറത്തുൽ അഹ്സാബിൽ 59-ാമത്തെ ആയത്തിൽ ഒക്കെ പറയുന്നുണ്ട്. അത് വേണമെങ്കിൽ ഏതെങ്കിലും സൈറ്റിലോ ചാറ്റ് ജിപിടിയിലോ അല്ലെങ്കിൽ തഫ്സീറുകളിലോ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം. അതിപ്പോൾ ഒരാൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ തന്നെ ആ ആയത്തെടുത്തിട്ട് ഒന്ന് വായിച്ചു നോക്കുന്നതാണ്. സോ വി ക്യാൻ റിമെമ്പർ ദാറ്റ് ഫോർ എ ലോങ് ടൈം. അതിനെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടിട്ടില്ലാത്ത 2 തരം നരകക്കാരുണ്ട്. വസ്ത്രം ധരിച്ചിട്ടും നഗ്നരായിട്ടുള്ളവർ. ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ മുടി കുറച്ച് കാണുക, അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഷോള് മുന്നിലേക്ക് ഇടുന്നതിന് പകരം ബാക്കിലോട്ട് ഇടുക, അതൊക്കെ തന്നെയാണ്. പിന്നെ നീതിയിൽ നിന്ന് പിന്തിരിയുകയും മറ്റുള്ളവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ. ദാറ്റ് മീൻസ് നമ്മളൊരാൾ ഹിജാബിൻ്റെ പ്രോപ്പർ റൂൾസ് ഒന്നും ഫോളോ ചെയ്യാതെ ധരിച്ചാൽ നമ്മൾ ചുറ്റുമുള്ള അതിനെ ഭംഗിയായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് കാണുന്ന ചില ആൾക്കാർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാകാം എന്നാണ്. പിന്നെ അവരുടെ കുറേ ഹിൻസിൽ വൺ ഓഫ് ദി ഹിൻസ് ആയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, അവരുടെ തലകൾ ഒട്ടകങ്ങളുടെ ഹമ്പ് പോലെയാണെന്നാണ്. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അതിൻ്റെ സുഗന്ധം പോലും അനുഭവിക്കുകയില്ല എന്നാണ്. സോ ഹിജാബ് അത് ആത്മാർത്ഥതയോടുകൂടിയും ശരിയായ ഉദ്ദേശത്തോടു കൂടി മാത്രം ധരിക്കുക.